ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിനീത. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് IBPS RRB എക്സാമുകളുടെ സീരീസ് ആണ്. അപ്പോൾ IBPS RRB എക്സാമുകളിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന സെക്ഷനിൽ ചോദിച്ചിരുന്ന പ്രിലിംസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സീരീസും മിസ് ചെയ്യാതെ കാണാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് എത്രത്തോളം നിങ്ങളെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ പല ലൈവുകളിലും വീഡിയോസിലായിട്ട് പറയുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്യണം, അത് ചെയ്ത് നോക്കണം എന്നൊക്കെ. സോ ഈ ഒരു സീരീസിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ മിസ് ചെയ്യാതെ കാണാം. ആൻഡ് അതിന് മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുമ്പ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ IBPS RRB സ്പെഷ്യൽ ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാനും എല്ലാം തന്നെ നിങ്ങളുടെ കൂടെ ഒരു മെൻറ്റർ ഉണ്ടാവും. ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതും എല്ലാം തന്നെ അവരായിരിക്കും. ഇത് കൂടാതെ പ്രിലിംസ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, മെയിൻസും. അത് മെയിൻസ് പാസ്സായി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, IBPS PO ഒക്കെ ഇൻ്റർവ്യൂ ഉണ്ട്. സോ അതും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസും ഇതിനോടൊപ്പം തന്നെ തരും. മോക്ക് ടെസ്റ്റുകൾ പ്രിലിംസ് ലെവലായാലും മെയിൻസ് ലെവലായുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഫാക്കൽറ്റീസ് വളരെ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടൻറ്റ് അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് ആയിരിക്കും. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ അല്ലെങ്കിൽ സ്ക്രോളിൽ ഒരു നമ്പർ കാണുന്നില്ലേ, അതിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക. സോ കോഴ്സിൻ്റെ അഡ്മിഷനെ കുറിച്ചിട്ടും ഫീസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടും ക്ലാസ്സിൻ്റെ ഡ്യൂറേഷനെ കുറിച്ചിട്ടും എല്ലാം തന്നെ നിങ്ങൾ അവർ പറഞ്ഞു തരും. ഓക്കെ, സോ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാം, ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക. ബേസ് മുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കാരണം എക്സാമുകളുടെ സീസൺ തുടങ്ങാറായി. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ബേർഡൻ കുറവാണ്. മെല്ലെ നമുക്ക് പഠിച്ച് പോകാൻ പറ്റും. അല്ല വൈകും തോറും നമുക്ക് ഒരുപാട് ബേർഡൻ നിങ്ങളുടെ തലയിൽ ചുമക്കേണ്ടി വരും. ഒരുപാട് പഠിക്കാനുണ്ട്, സിലബസ് കവർ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം, പിന്നെ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നോക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും സെക്ഷനിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഇത് PO ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ PO ലെവലിൽ ഇപ്പോൾ വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പണ്ട് മെയിൻസ് ലെവലിലായിരുന്നു വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേരിയബിൾ കാണുമ്പോൾ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷേ വേരിയബിൾ ബേസ്ഡ് ആണെങ്കിലും പ്രിലിംസ് ലെവലുള്ളത് വളരെ എളുപ്പമായിരിക്കും. ആ എക്സ് എന്ന് കാണുമ്പോഴേക്കും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അരുൺ ഇൻവെസ്റ്റഡ് ₹20,000 ഇൻ എ സ്കീം A വിച്ച് ഓഫേഴ്സ് സിമ്പിൾ ഇൻട്രസ്റ്റ് X% ഫോർ 6 ഇയേഴ്സ്. അപ്പോൾ അരുൺ എന്ന് പറയുന്ന വ്യക്തി 6 ഇയേഴ്സിന് X% 20,000 ഇൻവെസ്റ്റ് ചെയ്തു. B എന്ന് പറയുന്ന വ്യക്തി invested same amount in the scheme B at X-2% per annum 7 years. If simple interest received on, രണ്ടും simple interestലാണ്. If simple interest received in scheme A is 20% more than in scheme B, find the value of X എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റിനേക്കാൾ 20% കൂടുതലാണ്. എന്തായിരിക്കും ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ്? 7 വർഷത്തേക്ക്. ഇപ്പോൾ 20% 5 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ അത് 100% അല്ലേ? അങ്ങനെയല്ലേ സിമ്പിൾ ഇൻട്രസ്റ്റ്? 10% 2 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 20% മൾട്ടിപ്പിൾ ചെയ്യാം. സോ ഇത് 6 ഇയേഴ്സ് X% പറയുമ്പോൾ 6X% ആണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ്. ഇവിടെയോ 7 × X-2%. അപ്പോൾ ഈ ബിൻ്റെ 20% കൂടുതൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 6/5 ആണ് എക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. അത്രയല്ലേ ഉള്ളൂ. സോ പെർസെൻറ്റേജും രണ്ടവിടെയുണ്ട്, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു 5നെ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് 30X എന്ന് കിട്ടും. ഇവിടെ 42 ആണ്. 42 × X-2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? So 30X = 42X minus 84. Yes. അപ്പോൾ 84 = 8X. Sorry, 12X. 12X X is equal to 7. സോ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 7%. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ഇൻ 60 മിനിറ്റ്സ്. അപ്പോൾ 60 മിനിറ്റ് കൊണ്ട് എ എന്ന പൈപ്പ് ഫില്ല് ചെയ്യും. സോ എ 60 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും. ആൻഡ് എംപ്റ്റീഡ് ബൈ ബി ഇൻ 75 മിനിറ്റ്സ്. ബി എം ടി ചെയ്യുന്ന പൈപ്പാണ് 75 മിനിറ്റ് കൊണ്ട് എം ടി ആക്കും. ദ ടാങ്ക് ഈസ് ഹാഫ് ഫിൽഡ്. ഇപ്പോൾ ഹാഫ് ഫിൽഡ് ആണ്. ആൻഡ് രവി വാണ്ട്സ് ടു ഫിൽ ദ ടാങ്ക് ബട്ട് ഓപ്പൺസ് ബി മിസ്റ്റേക്ക്ലി and realize after half an hour and close tap B. He then opens A and tank is completely filled in dash minutes. Okay, ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്യാം, എന്നിട്ട് സ്വന്തമായി ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ തരുന്ന എക്സ്പ്ലനേഷൻ നോക്കുക, കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്താ തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് പ്ലസ് ആണ്, അതായത് നിറയ്ക്കുന്ന പൈപ്പാണ്. ബി എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് ആണ്, എം ടി ആക്കുന്നതാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് അവേഴ്സ് തന്നിട്ടുണ്ട്, ടൈമിംഗ് തന്നിട്ടുണ്ട്. അങ്ങനെ ഹാഫ് ഫിൽഡ് ആയിരിക്കുന്ന സമയത്ത് സോ ടോട്ടൽ കപ്പാസിറ്റി കാണണ്ടേ. അപ്പോൾ ഇതിൻ്റെയും LCM 300 യൂണിറ്റ് എന്നെടുക്കാം, ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്. അപ്പോൾ ഇത് 5 യൂണിറ്റ് വെച്ചിട്ടും ഇത് 4 യൂണിറ്റ് വെച്ചിട്ടും എം ടി ആക്കും. അത് എ 5 യൂണിറ്റ് വെച്ച് ഫില്ലാക്കും, ബി 4 യൂണിറ്റ് വെച്ചിട്ട് ഫില്ലാക്കും. ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ടാങ്കിൻ്റെ അകത്ത് 150 യൂണിറ്റ് ഇപ്പം ഉണ്ട്. ഓക്കെ, ഇയാൾ എന്ത് ചെയ്തു? ഫില്ലാക്കേണ്ടിയിരുന്നു, പക്ഷേ മിസ്റ്റേക്കിനിൽ ബി ഓപ്പൺ ചെയ്ത്. ബി എന്ന് പറഞ്ഞാൽ ആരാണ്? എം ടി ആക്കുന്നതാണ്. അത് എപ്പോഴാണ് നോട്ടീസ് ചെയ്തത്? ഹാഫ് അവർ, 30 മിനിറ്റിന് ശേഷമാണ് ഓക്കെ ബി ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ ബി എന്ത് ചെയ്തിട്ടുണ്ടാവും? 4 യൂണിറ്റ് വെച്ചിട്ട് 30 മിനിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ 120 യൂണിറ്റ് അത് ഡ്രെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വെള്ളം കുറഞ്ഞ് 120 യൂണിറ്റും പോയി. ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 120 യൂണിറ്റും പോയി, ബാക്കി 30 യൂണിറ്റേ ഉണ്ടാവുള്ളൂ അവിടെ. ഇയാൾ നിർത്തിയ സമയത്ത് ഹാഫ് ഫിൽഡ് ആയിരുന്നു. ഹാഫ് ഫിൽഡ് പറയുമ്പോൾ 150 ആണ്. അത് ബി ഓപ്പൺ ചെയ്ത സമയത്ത് അരമണിക്കൂർ കൊണ്ട് അത് ഡ്രെയിൻ ചെയ്ത് എത്ര? 120 വരെ ഡ്രെയിൻ ചെയ്തു. ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 30 ഉണ്ടാവുള്ളൂ. ഇനി അത് കഴിഞ്ഞ ശേഷം ബി ക്ലോസ് ചെയ്തിട്ട് എ ഓപ്പൺ ആക്കുന്നുണ്ട്. എന്നിട്ട് ഫില്ല് ചെയ്യാൻ എത്ര മിനിറ്റ് വേണമെന്ന്. ഇപ്പം 30 ഫില്ലായിട്ടുള്ളൂ, 30 ടാങ്കിൻ്റെ ചോട്ടിൽ 30 ഉള്ളൂ. 300 ആക്കണ്ടേ? അപ്പം ഇനി എത്ര നിറയ്ക്കണം? 270 നിറയ്ക്കണം. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 5 യൂണിറ്റ്. അപ്പോൾ എത്രയാണ് വരിക? 54 മിനിറ്റ്സ്. ഇതെല്ലാം തന്നെ മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. 54 മിനിറ്റ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. ഹാഫ് ഫിൽഡ് പറയുമ്പോൾ കുറേ പേര് തെറ്റിക്കാറുണ്ട്. ഇതാണ് സംഭവം. അടുത്തത്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അലിഗേഷൻ്റെ അപ്ലിക്കേഷൻ ആണ്. അലിഗേഷൻ മിക്സ്റ്റേഴ്സിൽ മാത്രമല്ല ബാക്കി കുറേ ടോപ്പിക്കിൽ അലിഗേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഇത്. സേവിങ്സ് ആൻഡ് ഇൻകം എന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇതിലെങ്ങനെയാണ് അലിഗേഷൻ വർക്ക് ആവുന്നത് നോക്കാം. കമൽ സേവ്സ് X% ഓഫ് ഹിസ് ഇൻകം. സേവിങ്സ് എത്രയാണ്? X% ആണ്. എത്രയാണെന്ന് അറിയില്ല, X% ആണ്. വെൻ ഹെർ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. എക്സ്പെൻഡിച്ചർ എത്ര കൂടുന്നത്? 20% ഇൻക്രീസ് ആവുന്നുണ്ട്. മന്ത്ലി ഇൻകം ഈസ് ഇൻക്രീസ്ഡ് ബൈ 26%. യെസ്. ദെൻ ഹെർ മന്ത്ലി സേവിങ്സ് ഇൻക്രീസ്ഡ് ബൈ 60%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ആക്ച്വൽ സേവിങ്സ് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? ഇതെല്ലാം ഇൻക്രീസ് ചെയ്തതാണ്. അപ്പോൾ അലിഗേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്താണ് റൂള് പഠിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാം. സേവിങ്സും എക്സ്പെൻഡിച്ചറും അതും കൂടി മിക്സ് ചെയ്തിട്ട് കിട്ടുന്നത് നമുക്ക് ഇൻകം ആണ്. ഇൻകം ഇസ് ഈക്വൽ ടു സേവിങ്സ് പ്ലസ് എക്സ്പെൻഡിച്ചർ അല്ലേ? അങ്ങനെ അലിഗേഷൻ ചെയ്യുമ്പോൾ ഇതിൽ ഇൻക്രീസും, സേവിങ്സിൽ ഒരു ഇൻക്രീസ് ഓർ ഡിക്രീസ്, എക്സ്പെൻഡിച്ചറിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഇൻകത്തിലുള്ള ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഇത് അലിഗേഷൻ ചെയ്യുമ്പോൾ ആക്ച്വൽ സേവിങ്സിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും റേഷ്യോ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. സോ എത്രയാണ് ഇൻക്രീസ് ആയത്? സേവിങ്സ് 60% ഇൻക്രീസ് ആയി, എക്സ്പെൻഡിച്ചർ 20% ഇൻക്രീസ് ആയി, ഇൻകം 26%. അലിഗേഷൻ ചെയ്യൂ. 6%, ഇവിടെ 34. യെസ്. റേഷ്യോ കണ്ടുപിടിക്കാം. എന്തിൻ്റെ റേഷ്യോ ആണ്? സേവിങ്സും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റേഷ്യോ. സേവിങ്സ് 6:34 ആണ്, അല്ലെങ്കിൽ 3:17 എന്ന് എഴുതാം. അപ്പോൾ റേഷ്യോ കിട്ടിയില്ലേ? നമുക്ക് വേണ്ടത് എന്താണ്? ആക്ച്വൽ സേവിങ്സ് ആണ്. അപ്പോൾ
സേവിങ്സ് എത്ര പെർസെൻറ്റേജ് ആണ്, എന്തിൻ്റെ, ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് സേവിങ്സ്. സോ സേവിങ്സ് ഡിവൈഡഡ് ബൈ ഇൻകം ഇൻറ്റു 100 ആണല്ലോ ആൻസർ. അപ്പോൾ ആക്ച്വൽ സേവിങ്സ് എത്രയാണ്, 3, എക്സ്പെൻഡിച്ചർ 17, ആക്ച്വൽ ഇൻകം 3 + 17 20, ആക്ച്വൽ സേവിങ്സ് 3 ഇൻറ്റു 100. യെസ്, അപ്പോൾ എത്ര വരാം, സോ 15% ആണ് ആക്ച്വൽ സേവിങ്സ്. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അലിഗേഷനിൽ ഈ ഒരു റൂള് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് വൺ, A, B, C can complete a work in 10, 20, 30 days. So A 10 days, B 20 days, C 30 days. If D can destroy the same work in 50 days. പൈപ്പ് ആൻഡ് സിസ്റ്റം അല്ല, പക്ഷെ വർക്കിലും നെഗറ്റീവ് വർക്ക് ഇവിടെ പറയുന്നുണ്ട്. ഡി എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രോയ് ചെയ്യുകയാണ്, ഇല്ലാതാക്കുകയാണ്. ഉണ്ടാക്കിയ സാധനത്തിനെ, കൺസ്ട്രക്ട് ചെയ്തതിനെ ഇല്ലാതാക്കുകയാണ്, നെഗറ്റീവ് വർക്കാണ് ചെയ്യുന്നത്. 15 days. Find the time taken by all of them to complete the work. So ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. സോ 60 ആണ് LCM വരാം. ഇത് 6, ഇത് 3, 2, 4. അപ്പോൾ എത്രയാണ്, 6 + 3 + 2 - 4 ആണ്, നെഗറ്റീവ് വർക്കാണ്, നെഗറ്റീവ് എഫിഷ്യൻസി ആണ്. അപ്പോൾ എത്ര വരാം, 7 യൂണിറ്റ് ആണ് പെർ ഡേ. അങ്ങനെ 60 കംപ്ലീറ്റ് ചെയ്യാൻ 60 / 7 days. ക്ലിയർ? എളുപ്പമായിരുന്നല്ലേ ക്വസ്റ്റ്യൻസും. സോ നെഗറ്റീവ് വർക്കിൻ്റെ കേസും ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു ആൾ.